അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6 സെൻറ്റ് സ്ഥലത്തെ 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 1250 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട്. നിങ്ങൾ ഈ കാണുന്ന നല്ലൊരു അടിപൊളി വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഇതിന് എത്രയാണ് ഇവർ ചോദിക്കുന്നത്, അതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. വീടിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ഇതുപോലുള്ളൊരു ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം മുറ്റം ഇതുപോലുള്ള പുതിയ മോഡൽ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഫലവൃക്ഷ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് വിയറ്റ്നാമിയറിൽ പ്ലാവുണ്ട്, അതുപോലെ തന്നെ നല്ല മാവുണ്ട്. തെങ്ങിൻ തൈകളൊക്കെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിൻഭാഗത്ത് മുരിങ്ങാമരം അങ്ങനെയുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ വെള്ളത്തിനായിട്ട് കുഴൽക്കിണറുള്ളത്, അതുപോലെ തന്നെ 2 പൈപ്പ് ലൈൻ ഉണ്ട്. ഒന്ന് ജലനിധിയുടെ പൈപ്പ് ലൈനും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ കണക്ഷനുണ്ട്. വീട് കുറച്ചൊരു പഴക്കമുള്ളതാണ്, പുതിയ വീടല്ല, ചെറിയൊരു പഴക്കമുണ്ട് വീടിന്. വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫുള്ള് ഭാഗം, ഈ ഭാഗം ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റോൺ ലുക്കിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 4:2 സൈസിലുള്ള സെറാമിക് ടൈലാണ്. മെയിൻ ഡോറ് ഇതുപോലുള്ള സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല മരമാണ് കേട്ടോ, നല്ല പോളിഷ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാതിൽ കട്ടിലമ്മലൊക്കെ നല്ല രീതിയിലുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ വീടല്ല, കുറച്ചൊരു പഴക്കമുള്ള വീടാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടോ, വാതിൽ കട്ടിലമ്മതിലൊക്കെ നല്ല രീതിയിലുള്ള കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തിക്നെസ് ഉള്ള ഒരു കട്ടിലാട്ടോ. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. റൂമുകളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് അടിഭാഗത്ത് വരുന്നത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് കോമൺ ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. വീടിൻ്റെ ഫ്ലോറിങ് ഇവിടെ ചെയ്തിട്ടുള്ളത് 16 സൈസിലുള്ള ടൈലാണ്. ഇവിടെ ചുമരിൽ ഇവിടെ PVC പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചുമരിൽ നല്ല രീതിയിലുള്ള ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ രീതിയിലുള്ള വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സീബ്ര ലൈൻ രീതിയിലുള്ള കർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് ബോർഡുകളൊക്കെ, ഈ വീട്ടിൽ സ്വിച്ച് ബോർഡുകളൊക്കെ പുതിയ മോഡൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ സ്വിച്ച് ബോർഡുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്ക് വെച്ചിട്ടാണ്. നല്ല രീതിയിൽ തന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടിഭാഗത്ത് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ഒരു കോമൺ ബാത്റൂമാണുള്ളത്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് അടിഭാഗത്തെ ഒരു ബെഡ്റൂം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ചുമരിൽ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അലമാരിക്കൊക്കെ നല്ല രീതിയിലുള്ള പൊളികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് മറ്റൊരു ബെഡ്റൂം. 2 ബെഡ്റൂമും ഏകദേശം ഒരേ സൈസ് തന്നെയാണ് വരുന്നത്. അതുപോലെ മുകൾ ഭാഗം റാക്കുണ്ട്. ചുമരിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിലും ഇതുപോലുള്ള അലമാരിക്ക് ഇതിന് PVC ഡോറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 റൂമുകൾ നമുക്ക് നിർമ്മിക്കാം കേട്ടോ. അതിനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീട്ടിലെ കിച്ചണ്. ഇവിടെ എടുത്തു പറയേണ്ട കിച്ചണിൻ്റെ വർക്ക് ഏരിയ ഒക്കെയാണ്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഒരു കിച്ചണും വർക്ക് ഏരിയ ആണ്. അടുക്കള ഭാഗമൊക്കെ ഇവിടെ അടിഭാഗത്ത് ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെയൊക്കെ പൊളികൾ വെച്ചിട്ട് നല്ല സ്റ്റോറേജ്. ഇതൊക്കെ വുഡാട്ടോ, മരം വെച്ച PVC ഒന്നുമല്ല, മരത്തിൻ്റെ ഡോറുകളാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ബേസിൻ, കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം ഇതുപോലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇവിടെ ചുമരിൽ ഇവിടെയൊക്കെ റാക്ക് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ. ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തതാണ്. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. പിന്നെ ഫുള്ള് മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ്, വർക്ക് ഏരിയയുടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് ടൈലാണ്. 2 സൈസിൽ വരുന്ന മാർബോണൈറ്റ് വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള സ്റ്റോർ റൂം വരുന്നുണ്ട്.
ഇവിടെയൊക്കെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ ഭാഗം. ഇനി അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇവിടെയും ഷീറ്റ് ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട്. അടിഭാഗം ഫുള്ള് ടൈൽ ഒട്ടിച്ചതാട്ടോ, 4 ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഡ്രസ്സുകളൊക്കെ കഴുകി അലക്കിയിടാൻ അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല ഷീറ്റൊക്കെ ഇട്ട് മഴയൊന്നും കൊള്ളാണ്ടിരിക്കാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇവിടെയൊക്കെ കോമ്പൗണ്ട് വാളിൻ്റെ നമ്മളോട് ചേർന്നിട്ട് ഈ ഭാഗം ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചതാണ്. അപ്പോൾ ചളിയാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഫുള്ളായിട്ട് വീടിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പിൻഭാഗത്ത് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധാരണ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു അലക്ക് കല്ല്, ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാള് ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വീട്. വീടിൻ്റെ ചെറിയൊരു മൈനസ് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ടാറിങ് റോഡ്. അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്നൊരു റോഡാണിത്. റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് ചെറിയ 1/2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ടാറിങ് റോഡിൽ നിന്ന് കുറച്ച് ദൂരം, അതായത് ഈ ഒരു വീടിൻ്റെ പിൻഭാഗത്ത് ഈ കാപ്പി കാണുന്ന ഇതുണ്ടോ, ഈ ഒരു ദൂരം മാത്രം നമ്മൾക്ക് ബൈക്കേ പോകുള്ളൂ. അതായത് നമ്മൾക്ക് ഇപ്പുറത്ത് ഈ സ്ഥലം കിട്ടും, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ചാരിറ്റുള്ള ഈ സ്ഥലങ്ങൾ അവർ തരാം എന്നിവർ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ വാഹനങ്ങളും മുറ്റത്തേക്ക് വരും. ഇപ്പം നിലവിൽ ഇതാണ് അവസ്ഥ. ഒരു ചെറിയ വാഹനം നമ്മൾക്ക് മുറ്റത്തേക്ക് വരുള്ളൂ. അതും കുറച്ച് ദൂരം മാത്രം, ഏകദേശം ഒരു 10-20 മീറ്റർ ദൂരം മാത്രം. 6 സെൻറ്റ് സ്ഥലം, അതിൽ 1250 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ടെറസിട്ട നല്ലൊരു വീട്, നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു വീട്. വളരെ വിശദമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്കുള്ള വെള്ളത്തിൻ്റെ കാര്യം, റൂമുകളുടെ വഴിൻ്റെ സൗകര്യം എല്ലാം വളരെ വിശദമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതായത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ, നമ്മൾ പെരിന്തൽമണ്ണെന്ന് നമ്മൾ തിരൂർക്കാട് ആ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങാടിപ്പുറം മേൽപ്പാലം കയറുന്നതിന് മുന്നായിട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടെ റോഡ് വരുന്നുണ്ട്. ആ റോഡിന് ഏകദേശം ഒരു 600 മീറ്റർ, കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം. മരിങ്ങത്ത് എന്ന് പറയുന്ന സ്ഥലം, മരിങ്ങത്ത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള റോഡിന്, ടാറിങ് റോഡിന് 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ്. വീടും തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള വീടാണ്. ഉദ്ദേശിക്കുന്ന വില 29 ലക്ഷം രൂപയാണ്, 29 lakh rupees. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.